നഗരസഭയുടെ സൗജന്യ കുറ്റിക്കുരുമുളക് തൈ വിതരണത്തിൽ പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തെ വീഴ്ച മാപ്പാക്കുവാൻ നഗരസഭാ കൗൺസിൽ തീരുമാനിച്ചു. കോൺഗ്രസ് ഇടതുമുന്നണിയിലെ ജനതാദൾ എസ് അംഗങ്ങൾ തീരുമാനത്തെ എതിർത്തു. ചർച്ചയ്ക്കിടെ ഒച്ചപ്പാടും ബഹളവുമുണ്ടായി കോൺഗ്രസ് അംഗങ്ങൾ ഇറങ്ങിപ്പോയി. പദ്ധതിയിൽ അഴിമതി ആരോപിച്ച നിർവഹണ ഉദ്യോഗസ്ഥനായ കൃഷി ഓഫീസർ, നഗരസഭാ അധ്യക്ഷൻ, വികസന സ്ഥിരസമിതി അധ്യക്ഷൻ, സെക്രട്ടറി എന്നിവരെ എതിർകക്ഷികളാക്കി. പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ഓംബുഡ്സ്മാന് പരാതി നൽകിയതിനെ തുടർന്നാണ് വിഷയം കൗൺസിലിൽ വന്നത്. ഓംബുഡ്സ്മാന്റെ നിർദ്ദേശപ്രകാരം അന്വേഷണം നടത്തിയ തദ്ദേശ സ്വയംഭരണ ഡയറക്ടർ ഇടപാടിൽ നഗരസഭയ്ക്ക് സാമ്പത്തിക നഷ്ടമില്ല എന്ന് ചൂണ്ടിക്കാട്ടി. എന്നാൽ കൗൺസിലിന്റെ അനുമതി വാങ്ങാതെ മാനദണ്ഡം ലംഘിച്ച് തൈകൾ വാങ്ങിയതിൽ ഓഫീസർക്ക് വീഴ്ച വന്നു എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. വീഴ്ച സംബന്ധിച്ച് കൗൺസിൽ തീരുമാനം അറിയിക്കണമെന്ന ഓംബുഡ്സ്മാന്റെ ഉത്തരവ് പ്രകാരമാണ് വിഷയം അജണ്ടയായി വന്നത്. നഗരസഭ ഹരിതകാന്തി പദ്ധതിയിൽ മുഴുവൻ വീടുകളിൽ കുറ്റിക്കുരുമുളക് തൈകൾ വിതരണം ചെയ്യുന്നതിന് 11.20 ലക്ഷം രൂപയാണ് ചെലവഴിച്ചത്. സർക്കാർ ഫാമുകൾ, ഹോർട്ടിക്കൾച്ചർ മിഷൻ അംഗീകരിച്ച നഴ്സറികൾ എന്നിവിടങ്ങളിൽ നിന്നും വാങ്ങണമെന്ന ചട്ടം ലംഘിച്ച് കൃഷി ഓഫീസറുടെ ഭാരവാഹിയായ ഇക്കോ ഷോപ്പിൽ നിന്നും കൂടിയ വിലയ്ക്ക് ഗുണനിലവാരം കുറഞ്ഞവ വാങ്ങി വിതരണം ചെയ്തെന്നാണ് ആരോപണം. തൈക്ക് 150 രൂപ സർക്കാർ നിശ്ചയിച്ചിരിക്കെ 80 രൂപയ്ക്ക് വാങ്ങിയതിൽ തെറ്റില്ലെന്നാണ് ജോയിന്റ് ഡയറക്ടറുടെ റിപ്പോർട്ട്. എന്നാൽ ഗ്രോ ബാഗിലെ തൈക്കാണ് 150 രൂപ വിലയെന്നും ചെറിയ ക്യാരി ബാഗുകളിലെ തൈയാണ് വിതരണം ചെയ്തതെന്നും ചർച്ചയിൽ പങ്കെടുത്ത് പാലോളി മെഹബൂബ് പറഞ്ഞു. റിപ്പോർട്ടിലെ അപാകതകൾ ഓംബുഡ്സ്മാന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. വിഷയം ചർച്ച ചെയ്യുമ്പോൾ എതിർകക്ഷികൾ യോഗത്തിൽ ഇരിക്കാൻ പാടില്ലെന്ന് മുനിസിപ്പൽ ചട്ടം ഉദ്ധരിച്ച് മെഹബൂബ് വാദിച്ചു. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിനിടെ അധ്യക്ഷൻ മാട്ടുമൽ സലീം ഉൾപ്പെടെ ഇടപെട്ടത് ബഹളത്തിനിടയാക്കി. ഇതിനകത്ത് കൃഷി ഓഫീസർ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കോടതിക്ക് ബോധ്യമായി എന്നുള്ളത് ജോയിന്റ് ഡയറക്ടർ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇവിടെ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷനിൽ നിന്ന് തൈകൾ വാങ്ങണമെന്ന് മാർഗരേഖ നിർദ്ദേശിക്കുമ്പോൾ തന്നെ നഗരസഭ ഉണ്ടാക്കിയ ഒരു പദ്ധതി, ആ പദ്ധതി പ്രകാരം ഹോർട്ടിക്കൾച്ചർ മിഷനിൽ തൈ ഇല്ലെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടിരുന്നത് കൗൺസിലിനെ വിവരം അറിയിക്കുകയാണ്. കൗൺസിലിനെ വിവരം അറിയിക്കുന്നതിന് പകരം ഈ പറയുന്ന PM ബഷീറും മാട്ടുമ്മൽ സലീമും സെക്രട്ടറി ബിനോജിയും ഉണ്ടാക്കിയിട്ടുള്ള രഹസ്യ ബാന്ധവത്തിന്റെ പേരിൽ ഇവർ വലിയ തോതിൽ അഴിമതിക്ക് കൂട്ടുനിന്നിരിക്കുകയാണ്. ഇത് ചർച്ച ചെയ്യാനാണെന്ന് ബഹുമാനപ്പെട്ട കോടതി ഈ അജണ്ട കൗൺസിലിലേക്ക് വന്നത്. പരാതിക്കാരനായ എന്നെ പ്രസംഗിക്കാൻ സമ്മതിക്കുന്നില്ല. ഞാൻ എണീച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ ഈ പറഞ്ഞ ചെയർമാനും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും അംഗങ്ങളും ഉൾപ്പെടെ ബഹളമുണ്ടാക്കി എൻ്റെ പ്രസംഗത്തെ തടസ്സപ്പെടുത്താനാണ് നിങ്ങൾ കണ്ടല്ലേ ശ്രദ്ധിച്ചത്. അപ്പൊ കോടതി പറഞ്ഞിട്ട് പോലും കോടതി പറഞ്ഞ ഒരു വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ട് പരാതിക്കാരനായ എന്നെ കേൾക്കാൻ പോലും അസഹിഷ്ണുതയാണ് അവർ കാണിക്കുന്നത്. വിവരാവകാശ നിയമപ്രകാരം തൈയുടെ വില ആരാഞ്ഞപ്പോൾ 80-100 രൂപയാണെന്ന് വ്യത്യസ്ത മറുപടിയാണ് കിട്ടിയതെന്ന് ജനതാദൾ എസ് അംഗം എരഞ്ഞിക്കൽ ഇസ്മായിൽ പറഞ്ഞു. കൃഷി ഓഫീസറെ മറയാക്കി വൻ അഴിമതി നടത്തിയിട്ടുണ്ട്. അധ്യക്ഷനെ റബ്ബർ സ്റ്റാമ്പാക്കി വികസന സ്ഥിരസമിതി അധ്യക്ഷനാണ് കാര്യങ്ങൾ നടത്തുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. കൃഷി ഓഫീസറെ കുറ്റവിമുക്തനാക്കിയ തീരുമാനത്തിനെതിരെ വിയോജനക്കുറിപ്പ് നൽകുമെന്നും അറിയിച്ചു. തുടർന്ന് ഇറങ്ങിപ്പോയി. എന്റെ ചോദ്യം അന്ന് ഞാൻ ചോദിച്ച വിവരാവകാശമുണ്ട്. ആ വിവരാവകാശത്തിൽ 2 ചോദ്യങ്ങളിൽ 2 മറുപടി വരുന്നു. കുറ്റിക്കുരുമുളക് എത്ര രൂപക്കാണ് മേടിച്ചിട്ടുള്ളത്? ഒരു കുറ്റിക്കുരുമുളക് എത്രയാണ്? ഒന്നിൽ പറയുന്നത് 80 രൂപ, മറ്റൊന്നിൽ പറയുന്നത് 100 രൂപ. ഇന്ന് കൗൺസിൽ യോഗത്തിൽ വിശദീകരണം ചോദിക്കുമ്പോഴും അതിന് മറുപടി ചെയ്തിട്ടില്ല. അത് കോടതിയല്ലേ, അത് വിവരാവകാശമല്ലേ എന്നത്. ഞാൻ ചോദിക്കുന്ന ചോദ്യം ഒരു തൈക്ക് എത്ര രൂപ മേടിച്ചില്ല. അപ്പം ഒരേ സാധനം 2 റേറ്റിന് എങ്ങനെ മേടിക്കുക? 80 രൂപക്കും 100 രൂപക്കും. ഈ സാധനം നല്ല പദ്ധതിയാണെങ്കിൽ എന്തുകൊണ്ട് ഇത് വീണ്ടും തുടർന്നില്ല? അപ്പം വ്യാപകമായിട്ട് അഴിമതി നടന്നിട്ട് ആ അഴിമതിയെ ഉദ്യോഗസ്ഥന്റെ തലയിലേക്ക് എത്തിവെച്ചുകൊണ്ട് പിന്നീട് ആ ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കാൻ വേണ്ടി കൗൺസിലിലേക്ക് ഒരു ചർച്ചയും കൊടുന്ന് പറ്റിപ്പോയ തെറ്റാക്കി മാറ്റി. എങ്ങനെ പറ്റിപ്പോയ തെറ്റാന്ന്? ഒരു പദ്ധതി കൊണ്ടുവരുമ്പോൾ ആ പദ്ധതി ആദ്യം ചെയ്യേണ്ടത് എങ്ങനെയാണ്? സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ വരണം, കൗൺസിൽ യോഗത്തിൽ വരണം, എന്നിട്ട് കൊണ്ടുവരണം. നേരെ ധൃതി കൂട്ടി പദ്ധതി വേഗം നടപ്പാക്കണമെന്ന ഭരണസമിതിയുടെ താൽപര്യം ഉൾക്കൊണ്ടാണ് ഓഫീസർ പ്രവർത്തിച്ചതെന്ന് അധ്യക്ഷൻ സലീം, വികസന സ്ഥിരസമിതി അധ്യക്ഷൻ PM ബഷീർ എന്നിവർ വിശദീകരിച്ചു. ഈ യോഗത്തിനകത്ത് വളരെ കൃത്യമായ റിപ്പോർട്ട് വെച്ചു. ഇതിനകത്ത് കൗൺസിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗം ചേർന്നു. ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ കോൺഗ്രസിന്റെ അംഗം ബഹുമാനിയായിട്ടുള്ള രാജലക്ഷ്മി ഉൾപ്പെടെയുള്ള കമ്മിറ്റിയാണ്.
ആ കമ്മിറ്റി കണ്ടെത്തി ഇതിനകത്ത് കൃഷി ഓഫീസർ മറ്റു ഇടപാടും നടത്തിയിട്ടില്ല. അതുകൊണ്ട് കൗൺസിലിനകത്ത് ഇത് സാധൂകരിക്കുന്നതിന് വേണ്ടി ശുപാർശ ചെയ്തു. ആരൊക്കെ? ഈ രാജലക്ഷ്മി ഉൾപ്പെടെ. അത് കൗൺസിലിലേക്ക് അകത്തേക്ക് വന്നു. സ്വാഭാവികമായും പരാതിക്കാരൻ ജാള്യത കൊണ്ട് ഇതിന് വിയോജിപ്പ് കൊടുക്കും. പക്ഷേ ഈ വിയോജിപ്പ് രാജലക്ഷ്മി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിൽ ഒപ്പിട്ട് അംഗീകരിച്ച ഒരു തീരുമാനം, ആ തീരുമാനത്തിന് കൗൺസിൽ വിയോജിപ്പ് കൊടുക്കുന്നത് നഗരസഭ ആക്ട് 336/2018 വകുപ്പ് പ്രകാരം കുറ്റകരമാണ്. കർത്തവ്യ നിർവഹണത്തിലെ വീഴ്ച മനഃപൂർവ്വമല്ല. ഭരണസമിതിക്കെതിരെ പ്രതിപക്ഷമുയർത്തിയ അഴിമതി ആരോപണങ്ങൾ ഓരോന്നായി ഓംബുഡ്സ്മാൻ തള്ളിയെന്ന് ഇരുവരും പറഞ്ഞു. SS Gold, Pure Gold. SS Group, Nilambur.